അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോമ്പ് തുറക്കാനുണ്ടാക്കിയ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ കട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, സാദാ പത്തിരി എന്ന് പറഞ്ഞാൽ നൈസ് പത്തിരി. ഇത് കുറച്ച് കട്ടിയിൽ ആദ്യം തന്നെ തേങ്ങയും ഉള്ളിയും വെള്ളത്തിലേക്ക് ഇട്ട് തിളച്ച് വരുമ്പോൾ പൊടി വാട്ടിയെടുക്കലാണ് കേട്ടോ. അതാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. പത്തിരിയുടെ കൂടെ കഴിക്കാൻ ബീഫാണ് കേട്ടോ. തേങ്ങ ഒന്നും അരക്കാതെ എല്ലതും കൂടി കുഴച്ച് വെച്ചിട്ടുണ്ടാക്കുന്ന ബീഫ്. ഇനി ഈ ബീഫിൽ നിന്നും പകുതി എടുത്തിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ബീഫ് കറി ഇപ്പോൾ ഇഷ്ടമല്ലാതിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇതിന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതുകൂടാതെ തന്നെ ഈ ബീഫിൻ്റെ ഒരു തലച്ചോറും കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബീഫിൻ്റെ ബ്രെയിൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഫസ്റ്റ് നോമ്പിൻ്റെ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഡീറ്റെയിൽസായി കാണിക്കാതിരുന്നത്. എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? നമ്മുടെ റംസാൻ നമ്മളോട് വിട പറയുകയാണല്ലോ അല്ലേ? എന്തായാലും ഈ വർഷം നമ്മൾ സന്തോഷമായിട്ടും സമാധാനത്തോടും കൂടി നമ്മുടെ നോമ്പെല്ലാം കഴിഞ്ഞു തുടങ്ങി. ഇനി അടുത്ത വർഷം ഇതുപോലെ തന്നെ എല്ലാവർക്കും നോമ്പെടുക്കാനുള്ള ആരോഗ്യവും ആയുസ്സും തരാൻ നമുക്ക് അള്ളാഹിനോട് ദുആ ചെയ്യാം. നിങ്ങൾ ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം കേട്ടോ. ഇന്ന് നോമ്പ് തുറക്കാൻ സമയത്ത് ഉണ്ടാക്കുന്നത് മുളക് ബജിയാണ് കേട്ടോ. ഈ മുളക് ബജി ഉണ്ടാക്കാനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് കടലപ്പൊടിയും 1/2 കപ്പ് മൈദപ്പൊടിയും കൂടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. കാരണം കടലപ്പൊടിയിൽ മാത്രം ഉണ്ടാക്കിയിട്ട് മിനിഞ്ഞാന്ന് നല്ലോണം ഗ്യാസ് കയറിയിട്ടാണ്. കാരണം കടലമാവ് നല്ല ഗ്യാസ് ഉണ്ടാവുന്നതാണ്. പിന്നെ നമ്മൾ വെറും വയറ്റിലല്ല ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് മൈദയും കൂടി കൂട്ടിയെടുക്കാമെന്ന്. പിന്നെ അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 നുള്ള് കളറിന് വേണ്ടിയിട്ട് കളറും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കായം കൂടി ചേർക്കാം. കാരണം നമുക്ക് ഗ്യാസ് ഇല്ലാതിരിക്കാൻ കായപ്പൊടി ചേർത്താലും നല്ലതാണ് കേട്ടോ. ഇനി മുളകൊന്ന് പകുതിയായി കീറിയതിന് ശേഷം നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയിലും കൂടി ഞാൻ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ മുളകും ഇതിൽ മാവിൽ മുക്കി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇന്നലെ 27-ാം രാവാണല്ലോ, അതുകൊണ്ട് എല്ലാവരും മധുരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? കലത്തപ്പമൊക്കെ. ഞങ്ങൾ കലത്തപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കാരണം ഇവിടെ മധുരം ആർക്കും ഇഷ്ടമല്ല. അത് കാരണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു 4-5 പൂവട ഉണ്ടാക്കി. കാരണം ഇക്കാക്ക് ഒരു മധുരം നിർബന്ധമാണ്. അത് പണ്ട് മുതലേ ഉമ്മയൊക്കെ കലത്തപ്പം ഉണ്ടാക്കുമല്ലോ, ആ ഒരു ഓർമ്മയിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് പൂവട ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന്. മുളകെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, വണ്ണുള്ള നല്ല പൊള്ളച്ച് നിൽക്കണ മുളക് ബജി അല്ല കേട്ടോ. കാരണം അങ്ങനെ ആകുമ്പോൾ നല്ല ഗ്യാസ് ആവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കട്ടിപ്പത്തിരിയും ബീഫ് കറിയും ബീഫ് ഫ്രൈയും ബീഫ് ബ്രൈനും പിന്നെ ഈ മുളക് ബജിയും ജ്യൂസൊക്കെ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.